ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മലയാളീസ് ടോക്സ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ജരാസന്ധ വധത്തിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ജരാസന്ധ വധത്തിൻ്റെ ആമുഖമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ജരാസന്ധ വധമാണ് എടുക്കാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നതാണ് ഈ ഒരു ക്ലാസ് എടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എനിക്ക് വന്നൊരു റിക്വസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ആദ്യം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നിങ്ങൾ കഥ കേട്ട് തുടങ്ങിക്കോളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് കഥയിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജരാസന്ധൻ എന്ന രാജാവിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനോട് എന്തുകൊണ്ടാണ് ജരാസന്ധൻ ഇത്രയും ദേഷ്യം ഉണ്ടാവാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് മഹാഭാരത കഥയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജരാസന്ധ വധം എന്ന് പറയുന്നത്. ആ ജരാസന്ധ വധത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത്. മഹാഭാരത കഥയിലെ വളരെ പ്രധാനപ്പെട്ട 2 വംശക്കാരാണ് പാണ്ഡവരും കൗരവരും. അതിൽ പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥത്തിൽ ഭരണം നടത്തുന്ന സമയത്താണ് നമ്മുടെ നാരദമുനി യുധിഷ്ഠിരനെ സന്ദർശിക്കുന്നത്. അങ്ങനെ മുനി നമ്മുടെ യുധിഷ്ഠിരനോട് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പാണ്ഡുവിനെ സ്വർഗത്തിൽ കണ്ട വിവരം പറയുന്നത്. പാണ്ഡു ആരാണെന്ന് എല്ലാവർക്കും സംശയം വരും. പാണ്ഡു എന്ന് പറയുന്നത് അംബാലികയുടെയും വ്യാസൻ്റെയും പുത്രനാണ്. പാണ്ഡവരോട് രാജസൂയ യാഗം നടത്തണമെന്ന് പാണ്ഡു പറഞ്ഞ കാര്യം നാരദമുനി യുധിഷ്ഠിരനെ ധരിപ്പിക്കുകയാണ്. ആ സമയത്ത് യുധിഷ്ഠിരൻ സഹോദരന്മാരോടും അതുപോലെ ബന്ധപ്പെട്ട ആൾക്കാരോടൊക്കെ ഈ കാര്യം ചർച്ച ചെയ്യുകയുണ്ടായി. എല്ലാവരും വളരെ അനുകൂലമായിട്ടാണ് പ്രതികരിച്ചത്. അഭിപ്രായം പറഞ്ഞതൊക്കെ വളരെ അനുകൂലിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? കൃഷ്ണനെ ആളയച്ച് വരുത്തി അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചു. ആ സമയത്ത് കൃഷ്ണൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, മഗധ ചക്രവർത്തിയായ ജരാസന്ധനെ തോൽപ്പിക്കാതെ രാജസൂയ യാഗം സുഗമമായി നടത്താൻ സാധിക്കില്ലെന്നാണ്. അതിനൊരു കാരണമുണ്ട്. എന്താന്ന് വെച്ചാൽ, ഈ ജരാസന്ധൻ 86 രാജാക്കന്മാരെ തടവിലാക്കി വെച്ചിരിക്കുകയാണ്. ഈ രാജാക്കന്മാർ 100 എണ്ണം തികഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരെയായി ബലി കൊടുക്കാനാണ് ജരാസന്ധൻ ഉദ്ദേശിക്കുന്നത്. ഈ വിവരം കൃഷ്ണൻ പാണ്ഡവരെ അറിയിച്ചു. അപ്പോൾ ഈ രാജാക്കന്മാരെയൊക്കെ തടവിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് യാഗം നടത്താൻ പറ്റില്ല. കാരണം എന്താണ്, രാജാക്കന്മാരൊക്കെ യാഗത്തിന് ആവശ്യമാണ്. അപ്പോൾ അവരെയൊക്കെ തടവിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടത്താൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഇതിനൊരു പോംവഴി കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ശ്രീകൃഷ്ണനും ഭീമനും അർജുനനും കൂടിയിട്ട് ബ്രാഹ്മണ വേഷത്തിൽ മഗധയിലേക്ക് യാത്ര തിരിച്ചു. രാജാക്കന്മാരെ മോചിപ്പിക്കാനും ജരാസന്ധനെ പരാജയപ്പെടുത്താനും വേണ്ടിയാണ് അവർ മഗധയിലേക്ക് എത്തിയത്. മഗധ രാജാവായ ജരാസന്ധൻ ആ സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട മഹാദേവനാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടദൈവം, അദ്ദേഹത്തെ ആരാധിക്കുകയായിരുന്നു. വേഷം മാറി വന്ന പാണ്ഡവരും ശ്രീകൃഷ്ണനും അദ്ദേഹത്തെ നേരിട്ട് കാണുകയും അദ്ദേഹമായിട്ട് ഒരു പോരാട്ടത്തിന് വേണ്ടിയിട്ട് തയ്യാറാവുകയും ചെയ്തു. അപ്പോൾ ജരാസന്ധൻ പറഞ്ഞത്, എൻ്റെ ശക്തിക്കനുസരിച്ച ആളെയാണ് എനിക്ക് പോരാട്ടത്തിന് വേണ്ടത് എന്നാണ്. അങ്ങനെ ഭീമനോടാണ് ജരാസന്ധൻ ഏറ്റുമുട്ടാൻ തയ്യാറായത്. 27 ദിവസമാണ് ആ യുദ്ധം നീണ്ടു നിന്നത്. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഭീമൻ തളരാൻ തുടങ്ങി. ഭീമൻ ക്ഷീണിക്കാൻ തുടങ്ങിയെന്ന് നമ്മുടെ ശ്രീകൃഷ്ണൻ മനസ്സിലാക്കി. അങ്ങനെ കൃഷ്ണൻ ജരാസന്ധനെ കൊല്ലണമെങ്കിൽ 2ആയി മുറിക്കണമെന്ന് ഭീമനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ട ഭീമൻ ജരാസന്ധനെ ഒരു കാലിൽ ചവിട്ടി മറ്റേ കാലിൽ പിടിച്ച് വലിച്ച് 2ആയി കീറിയെറിഞ്ഞു. പക്ഷേ 2 കഷ്ണങ്ങളും അപ്പോൾ തന്നെ കൂടിച്ചേർന്ന് ജരാസന്ധൻ വീണ്ടും ഭീമനോട് യുദ്ധത്തിന് ചെന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്, ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ജരാസന്ധൻ 2 ശരീരഭാഗങ്ങളായിട്ടാണ് ജനിച്ചത്. അതിനുശേഷം ജര എന്ന രാക്ഷസിയാണ് അവയെ കൂട്ടിച്ചേർത്ത് ജരാസന്ധൻ എന്ന രാജാവാക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെ അത് 2ആയി പിളർത്തിയെടുത്താലും ജരാസന്ധൻ മരിക്കില്ല. ഈ വിവരമറിയാത്ത ഭീമൻ വീണ്ടും ഇതുതന്നെ ആവർത്തിച്ചു. അങ്ങനെ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? ഇതിനൊരു അടയാളം കാണിച്ചു കൊടുത്തു. ഒരു വെറ്റിലയെടുത്ത് 2ആയി കീറി 2 വശത്തേക്കും എറിഞ്ഞു കാണിച്ചു. അപ്പോൾ ഈ അടയാളം ഭീമൻ മനസ്സിലാക്കി. അതിനുശേഷം ഭീമൻ ജരാസന്ധനെ
രണ്ടായി മുറിച്ച് എതിർവശങ്ങളിലേക്ക് എറിഞ്ഞു. അതോടുകൂടി ആ കഷ്ണങ്ങൾക്ക് കൂടിച്ചേരാൻ സാധിച്ചില്ല. അങ്ങനെ ജരാസന്ധൻ വധിക്കപ്പെട്ടു. ജരാസന്ധ വധത്തിനു ശേഷം ഭീമൻ തടവിലാക്കിയ എല്ലാ രാജാക്കന്മാരെയും മോചിപ്പിക്കുകയും ജരാസന്ധൻ്റെ പുത്രനായ സഹദേവനെ മഗധയുടെ രാജാവായിട്ട് വാഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് വളരെ പ്രശസ്തമായ ജരാസന്ധ വധം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ കഥയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, കമൻറ്റിലൂടെ. അറിയുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.